ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടത്തിലെ 14-ാം ഞായറിലേക്കാണ് തിരുസഭ ഇന്ന് പ്രവേശിക്കുന്നത്. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിന് ഒരുപാട് പ്രത്യാശ നൽകുന്ന വചനഭാഗങ്ങളാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. കഠിനഹൃദയരായ തൻ്റെ ജനത്തിൻ്റെ അടുക്കലേക്ക് അവർക്ക് വെളിച്ചം പകരുവാൻ തൻ്റെ വിശ്വസ്തനായ പ്രവാചകനെ അയക്കുന്ന എസെക്കിയേൽ പ്രവാചകനെ അയക്കുന്ന രംഗമാണ് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 2-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ എന്ന് നാം ആദ്യ വായനയിൽ ശ്രമിക്കുന്നത്. ആരാണ് പ്രവാചകൻ? പ്രവാചകൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. 2-മത് പ്രവാചകൻ അയക്കപ്പെട്ടവനാണ്. 3 പ്രവാചകൻ ദൈവത്തിൻ്റെ സന്ദേശവും പേറി യാത്രയാകുന്നവനാണ്. ഇതാണ് ഒരു പ്രവാചകൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ഓരോ പ്രവാചകനും തൻ്റെ ദൈവം തനിക്ക് നൽകിയ തൻ്റെ ജനത്തിന് പകർന്നു നൽകുവാൻ തനിക്ക് നൽകിയ സന്ദേശം കൈമാറുന്നത്. ഇവിടെ പ്രവാചകൻ വിജയിക്കുന്നുണ്ടാവാം, പ്രവാചകൻ പരാജയപ്പെടുന്നുണ്ടാകാം. പക്ഷെ അതൊന്നുമല്ല പ്രത്യേകത. ദൈവത്തിൻ്റെ സന്ദേശവും പേറി അവൻ യാത്രയാകുന്നു എന്നത് തന്നെയാണ് പ്രത്യേകത. ഒരു പ്രവാചകനും സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിനുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല എന്ന സുവിശേഷ ഭാഗ്യം ഇന്നത്തെ സമകാലിക ജീവിതത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട്. ഒരുപാട് പ്രത്യാശയുമായിട്ട് ജീവിതം ഒന്ന് പച്ചപിടിപ്പിക്കാൻ വേണ്ടി യാത്രയായി തിരിച്ചെത്തുന്ന ഒരു പ്രവാസിയോട് നമുക്ക് ഉപമിക്കാം. അവൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, അവൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, ഇതൊന്നും തിരിച്ചറിയാതെ അവൻ്റെ പണവും അല്ലെങ്കിൽ അവൻ്റെ ജീവിത രീതിയും ഒത്തിരി ദൂരത്ത് നിന്ന് അസൂയയോടെ നോക്കിക്കാണുന്ന ജനം ഇന്ന് വിരളമല്ലല്ലോ. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലെ വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളിലെ തൻ്റെ ജന്മദേശത്തേക്ക് മടങ്ങി വരുന്ന ക്രിസ്തുനാഥൻ്റെയും തൻ്റെ പ്രേക്ഷിത ദൗത്യവുമായ തൻ്റെ ഗുരുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരുടെയും അതുപോലെ തന്നെ ഗുരുവിനെ അധിക്ഷേപിക്കുന്ന തിരിച്ചയക്കുന്ന ഒരു ദൈവജനത്തെയും ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നു. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ ആരംഭിക്കുന്ന ഗലീലിയ ശുശ്രൂഷയുടെ അവസാന ഭാഗമാണ് വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. തൻ്റെ രക്ഷയുടെ ദൗത്യവുമായി മിശിഹാനാഥൻ തൻ്റെ ജന്മദേശത്തേക്ക് മടങ്ങിയെത്തുന്നു. സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ച് തൻ്റെ രക്ഷയുടെ ദൗത്യം പ്രചരിപ്പിക്കുന്നു, വചനഭാഗം പങ്കുവയ്ക്കുന്നു. അവന് ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? അവൻ്റെ ജ്ഞാനത്തിൽ അസൂയപ്പെട്ട് അവനെ പുറമേ നിന്ന് നോക്കിക്കാണുന്ന ഒരു ദൈവജനത്തെ നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ കണ്ടുമുട്ടാൻ സാധിക്കും. 2-മതായിട്ട് രക്ഷയുടെ ദൗത്യവും പേറി വന്ന ഗുരുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരെ നമുക്ക് സുവിശേഷ ഭാഗത്തിൽ കണ്ടുമുട്ടാൻ സാധിക്കുന്നുണ്ട്. തൻ്റെ ഗുരുവിന് ലഭിച്ച സ്വീകാര്യതയും തിരസ്കരണവും ശിഷ്യന്മാരെ നോക്കിക്കാണുന്നു. രക്ഷയുടെ ദൗത്യവും പേറി ഇനി മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരേ സമയം സ്വീകാര്യതയും അതേസമയം കുരിശും തങ്ങളെ കാത്തിരിക്കുന്നു എന്നൊരു സത്യം തൻ്റെ ശിഷ്യന്മാർക്ക് ഇതുവഴി പകർന്നു കൊടുക്കുവാൻ ഗുരുവായ യേശുനാഥന് സാധിച്ചുവെന്ന് നമുക്ക് അനുമാനിക്കാം. 3-മതായിട്ട് അവരുടെ വിശ്വാസരാഹിത്യത്തിൽ ആശ്ചര്യപ്പെടുന്ന വിസ്മയിക്കുന്ന യേശുനാഥനെ നമ്മൾ കണ്ടുമുട്ടുന്നു. കൂടെ ജനിച്ചതുകൊണ്ടോ ഒരുമിച്ച് ജീവിച്ചതുകൊണ്ടോ ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ സാധിക്കില്ല. അതേസമയം അവനെ തിരിച്ചറിയണമെങ്കിൽ അവൻ്റെ കൂടെ നടന്ന് അവൻ്റെ വഴികൾ പിഞ്ചെന്ന് അവനിൽ അടിയുറച്ചൊരു വിശ്വാസമുണ്ടെങ്കിലേ ക്രിസ്തു സഹജമായ ജീവിതത്തിലേക്ക് നമുക്കും മുന്നേറുവാൻ സാധിക്കുന്നു എന്നുള്ളത് തിരുവചനം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നു. കൂടെ ജനിച്ചതുകൊണ്ടോ അടുത്തിടപഴകിയത് കൊണ്ടോ മിശിഹായെ തിരിച്ചറിയാൻ സാധിക്കില്ല. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചതുകൊണ്ടോ കൂദാശകൾ സ്വീകരിച്ചതുകൊണ്ടോ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അവൻ്റെ ജീവിതത്തോട് എത്രത്തോളം നമ്മൾ അടുത്ത് നിൽക്കുന്നുവോ അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു മഹോന്നതിയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ അവസാന വരികളിൽ തന്നെ തിരസ്കരിച്ച ജനത്തിൻ്റെ ഇടയിൽ നിന്നും പിൻവാങ്ങുന്നതിന് മുമ്പ് അവരുടെ രോഗികളെ സൗഖ്യപ്പെടുത്താൻ യേശുനാഥൻ തയ്യാറാവുന്നുണ്ട്. നിങ്ങൾ എന്നെ എത്ര തള്ളിപ്പറഞ്ഞാലും എന്നിൽ നിന്ന് എത്ര അകന്നാലും ഞാൻ നിങ്ങളിൽ നിന്ന് അകലെയല്ല, ഞാൻ നിങ്ങളോട് ചേർന്ന് തന്നെ നിൽക്കുമെന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ കണ്ടുമുട്ടാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ചിന്തിക്കാം, നമ്മുടെ വിശ്വാസ ജീവിതം ക്രിസ്തുനാഥനിൽ നിന്ന് അകലെയാണോ അതോ അടുത്താണോ? പ്രിയമുള്ളവരെ, ഇന്നത്തെ 2-മത്തെ വായനയിലെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നുണ്ട്, നമ്മുടെ ബലഹീനതയിലാണ് ക്രിസ്തുവിൻ്റെ സ്നേഹവും അവൻ്റെ ശക്തിയും പ്രകടമാകുന്നത്. നമുക്കും പ്രാർത്ഥിക്കാം, സ്നേഹ ഈശോയെ അങ്ങിൽ നിന്ന് അകലാതെ അങ്ങയോട് അടിയുറച്ചു നിന്നുകൊണ്ട് ജീവിക്കുവാനും
ഞങ്ങളുടെ ബലഹീനതകളിൽ അങ്ങയുടെ ശക്തിയെ തിരിച്ചറിയുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആ വിശ്വാസത്തിൽ നമുക്ക് വളരാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.